സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. സാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ അഞ്ചരക്കണ്ടി കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഒരു ദന്തൽ കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുഖ്യപ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും സംസാരിച്ച് കേൾക്കുന്ന പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്ത് ഭയങ്കരമായ തെറ്റുണ്ട് എന്നുണ്ടായിരുന്നു. ആ പ്രിൻസിപ്പൽ റാമിനെ പിന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയിട്ട് അത് പോലീസ് ഇടപെടലിൻ്റെ ഭാഗമായിട്ട് റാമിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. റാം അറസ്റ്റിൽ നിന്ന് ഒഴിവായി. അതിൽ ഹൈക്കോടതിയുടെ വിമർശനം പോലീസിന് നേരെ ഉണ്ടായി. പോലീസ് എന്താണ് ചെയ്യുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. സാധാരണക്കാരന് നേരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്നൊക്കെയുള്ള വളരെ കടുത്ത വിമർശനം ഉണ്ടായി. വേറെയും വിഷയം, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രമെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ മോശമായി അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയിട്ട് കേസ് സൈബർ ഇടത്തിൽ കൊടുത്തിട്ടും അനങ്ങിയിട്ടില്ല. സർ, നമ്മുടെ ചോദ്യം, ഭരണം മാറിയിട്ടും പോലീസ് എന്തേ മാറിയില്ല, പോലീസ് എന്തേ മാറുന്നില്ല? ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പോലീസിനെതിരെ വന്നിരിക്കുന്നു. പോലീസ് മന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? അത് ഹൈക്കോടതി തന്നെ അതിന്റെ ഒരു ഉത്തരം ഇന്നലത്തെ ആ ഒരു നിരീക്ഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പണത്തിന് മേൽ പരുത്തും പറക്കില്ല എന്നുള്ളത്. ഹൈക്കോടതി വളരെ പച്ചയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതികൾ മൊത്തം ഫുഡ് അടിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് നടക്കുകയായിരുന്നു അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെ. പക്ഷെ കേരള ചരിത്രത്തിൽ ഇത്രയും പോലീസിനെ അപമാനിക്കപ്പെടുന്ന രീതി, അല്ലെങ്കിൽ എന്താ പറയുക, പോലീസിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന ഒരു സംഭവം കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ഈ കേരളം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പോലും വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു സംഭവമായിരുന്നു നിതിൻ രാജിന്റെ ആത്മഹത്യ എന്നുള്ളത്. അത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ സംഭവത്തില് ഈ റാമിനെ ഇത്രയും നാൾ അറസ്റ്റ് ചെയ്യാതിരുന്നു എന്ന് പറയുന്നത് കേരള പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അറസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ പേരിലാണ്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത്? അത് ഹൈക്കോടതി പറഞ്ഞു, പണത്തിന്റെ സ്വാധീനമാണ്. ആ പണത്തിന്റെ സ്വാധീനം ഏതെല്ലാം തലത്തിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വം എന്തുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നത് അതും നമുക്കറിയില്ല. കാരണം പ്രാദേശിക രാഷ്ട്രീയമൊക്കെ ഇതിനകത്ത് ഭയങ്കര ഘടകങ്ങളാണ്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിലവിൽ നമ്മൾ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ കണ്ണൂരിലുള്ള കോൺഗ്രസ് നേതൃത്വം, ആ കോൺഗ്രസ് നേതൃത്വം സംശയിക്കുന്നതിൽ വന്നിരിക്കുകയാണ്. കാരണം ഈ റാം പിടിയിലാകപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജ്മെന്റിനെതിരെ എന്തെങ്കിലും ചിലപ്പോൾ വിശേഷങ്ങൾ പുറത്തു വരുന്നിരിക്കും. ചിലപ്പോൾ ചില തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നിരിക്കും. സ്വാഭാവികമായിട്ടും മാനേജ്മെന്റിന്റെ ആവശ്യം കൂടി ആയിരിക്കും റാം മനസ്സിലാകാതിരിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഇപ്പോ പണത്തിന് മേൽ പരുത്തും പറക്കില്ല എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കണം. രണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും പോലീസും ഒരേപോലെ തീരുമാനിച്ചു. അത് ഈ സർക്കാർ വന്നപ്പോൾ മാത്രമല്ല, ഈ സംഭവം ഉണ്ടായിട്ട് ദിവസങ്ങൾ എത്രയായി? കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതിനുശേഷവും ദിവസങ്ങൾ കടന്നുപോയി, അറസ്റ്റ് ഉണ്ടായില്ല. അപ്പം ഈ രണ്ട് ഗവൺമെന്റിലും, അതുകൊണ്ടാണ് ഹൈക്കോടതി ആ ഒരു പരാമർശം പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതി ഈ സമീപ കാലഘട്ടത്തിലെങ്കിലും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടോ. ജനങ്ങൾക്ക് വേണ്ടിയാണോ പോലീസ് എന്ന് ചോദിക്കുകയാണ്. സാധാരണക്കാർക്ക് വേണ്ടിയാണോ പോലീസ് എന്ന് ചോദിക്കുകയാണ്. അത് ഇവിടുത്തെ നിലവിലെ പ്രതിപക്ഷവും മുൻപത്തെ ഭരണപക്ഷത്തിന്റെ അടുത്തും ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ അടുത്താണ് ചോദിക്കുന്നത്. അതെ. അപ്പൊ അത് രാഷ്ട്രീയമായ തീരുമാനമാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട, റാമിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നടപടിക്രമം പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അറിയാവുന്ന സംഗതിയാണ്. ഈ പോലീസിനെ ദിവസമുള്ള പരിപാടികളെ അറസ്റ്റ് ചെയ്യലെന്ന് പറയുന്നത്, ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഒരു വലിയ കൊള്ളിളക്കം ഉണ്ടാക്കിയ കേസിൽ ഒരു മുഖ്യ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ, അത് ഡിവൈഎസ്പി അല്ല, ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ പോലും ആ വ്യക്തി പോലീസ് സേനയിൽ തുടരാൻ യോഗ്യനല്ല. അതല്ലെങ്കിൽ അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ വന്ന് പറയണം,
ഇന്നത് കൊണ്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്യാതിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഇപ്പൊ ഹൈക്കോടതിയിൽ 2 വ്യവസായ വകുപ്പ് സെക്രട്ടറിമാർ, പഴയ സെക്രട്ടറിയും പുതിയ സെക്രട്ടറിയും വന്ന് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. മറ്റേ കശുവണ്ടി കേസിൽ, അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ കൊടുക്കാതിരുന്നതിന്റെ പേരിൽ. അത് ഏറ്റവും ഒടുവിലത്തെ ബിജു IAS അതെ അദ്ദേഹം കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിലെ വാചകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് 4 ജീവനക്കാരൻ പോലും എഴുതാത്ത ഒരു മറുപടിയാണ്. ഒന്നും വേണ്ട, അതെ ക്ലാസ് 4 അല്ല, വില്ലേജ് ഓഫീസിന്റെ ഈ ആളുടെ മുമ്പിൽ ഈ ഫോം ഫില്ലപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്, ചെറിയ പെട്ടി ഇട്ടിട്ട്. അതെ അവര് പോലും പറയും ഇതിങ്ങനെ എഴുതാൻ പാടില്ല എന്ന്. അതെ അപ്പൊ അതെല്ലാം സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം ഇത്തരം സംഭവങ്ങളിൽ ഇടപെടുന്നു. അത് ഇപ്പോഴത്തെ കഴിഞ്ഞ ഈ സംഭവം ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിരിക്കുന്നു, ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിരിക്കുന്നു. അപ്പൊ അത് എന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സ്വകാര്യ ഡെന്റൽ കോളേജായിരുന്നു. ഒരു സ്വകാര്യ ഡെന്റൽ കോളേജില് അവര് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന തുകയ്ക്ക് കൈകണക്കും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഇപ്പൊ MBBSന് 5 വർഷം എന്നുള്ള 4 വർഷത്തിലേക്ക് മാത്രമേ ഫീസ് വാങ്ങാവൂ എന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, എത്രായിരം വിദ്യാർത്ഥികളുടെ 6 മാസത്തേക്ക് അധികമുള്ള ഫീസാണ് നേരത്തെ വാങ്ങിയിരുന്നത്. അപ്പൊ ഇതൊക്കെ വലിയ പിന്നെ ഈ സാമ്പത്തിക സ്രോതസ്സുകളാണ് ഇത്തരം കോളേജുകളാണ്. അപ്പൊ അവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ മുമ്പിൽ, ഉദാഹരണത്തിന് ഇപ്പൊ ഈ കണ്ണൂർ ഒരു ഡെന്റൽ കോളേജ് സ്വകാര്യമായിട്ട് പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരെ സംതൃപ്തിപ്പെടുത്താൻ അവർക്ക് കോളേജ് നടത്താൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ നിലവിലെ സിസ്റ്റം അതാണ്. അവിടുത്തെ എന്തിനു പറയുന്നു, അവിടുത്തെ പഞ്ചായത്തിലെ ഒരു കൗൺസിലറെയും അവിടുത്തെ സെക്രട്ടറിയെയും ക്ലാർക്കിനെയും പോലും തൃപ്തിപ്പെടുത്താതെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ല. കാര്യം അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ഇതിന്റെ പിന്നെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിന് റെഗുലേറ്ററി, എത്ര റെഗുലേറ്ററി സംഗതികളാണ് അവിടുത്തെ പഞ്ചായത്തും അതേപോലെ അവിടുത്തെ FSSAയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരു FSSA ഉദ്യോഗസ്ഥൻ വന്ന് ക്യാൻറ്റീനിൽ വന്ന് ഒരു ദിവസം പരിശോധന നടത്തിയാൽ മതി, ഈ ഭക്ഷണം ഗുണപരമല്ല, ഇന്ന ഡെന്റൽ കോളേജിൽ ക്യാൻറ്റീനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം അനാരോഗ്യകരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിന്റെ പ്രതിച്ഛായ പോയി. അപ്പം അടി മുതൽ മുകൾ വരെ ഏറ്റവും താഴെ ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും മുകളിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് വരെ സംതൃപ്തിപ്പെടുത്താതെ ഇത്തരം കോളേജുകൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. സാർ, അത് മാത്രമല്ല സാർ ഞാനൊരു ചെറിയൊരു ഇടപെടൽ നടത്തുകയാണ് സാർ, ഒരു ചെറിയ ഇടപെടൽ. അതായത് ഈ കോളേജിലെ, ഈ കണ്ണൂർ കോളേജിലെ കാര്യം മാത്രമല്ല സാർ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു വിഷയവും ഞാൻ സാറിനോട് ഇതിന് തുടക്കത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർ, അവിടെയും പോലീസ് തോന്നിയതുപോലെയാണ് പെരുമാറുന്നത്. നമ്മുടെ ചോദ്യം, പോലീസ് ഇനിയും മാറിയില്ലേ? ഭരണം മാറി, ഇപ്പൊ കണ്ണൂർ സാർ പറഞ്ഞ പോലെ. പറഞ്ഞോളൂ സാർ. അയ്യപ്പദാസ്, ഇതിനകത്ത് വളരെ സിമ്പിളാണ്. ഇതിട്ട യുവാവ് ആരായിരിക്കും? അദ്ദേഹത്തിന്റെ ബന്ധമെന്ന് അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ പിന്നെ അച്ഛനമ്മമാരുടെ ടെലിഫോൺ കോളിലെ നമ്പർ ഏതൊക്കെ നമ്പറുകളിലേക്ക് പോയി എന്ന് അന്വേഷിച്ചാൽ മതി. വളരെ ലളിതമാണിത്. ഇപ്പോ അവിടെ ഒരു അവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഇന്ന് ഒന്നാമത്തെ കാര്യം വെച്ചാൽ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനവും സാമ്പത്തികമായിട്ടും ഉയർന്ന നിലയിലുള്ള കുട്ടികളാണ്. വളരെ ചെറിയ, ഇപ്പൊ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഈ എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ശാഖയിലേക്ക് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് സാധ്യമല്ല. ഇപ്പൊ സാധ്യമല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സിന് മുമ്പ് തന്നെ എവിടെയാണോ കോച്ചിങ് സെന്റർ, ആ കോച്ചിങ് സെന്ററിന് സമീപത്തുള്ള സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുകയും, സ്കൂളുകളിൽ ചിലപ്പോൾ പലപ്പോഴും പോകില്ല, സ്കൂളുകളിൽ എൻറോൾമെന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറിച്ച് ഈ കോച്ചിങ് സെന്ററിൽ കൊണ്ട് തടവുകാരായി ജീവിക്കുകയും ഭീമമായ തുക അവര് വാങ്ങുകയും എന്നിട്ട് എൻട്രൻസിന് കോച്ച് ചെയ്തിട്ടൊക്കെയാണ് ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അത് സാമ്പത്തികമായിട്ട് ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത്. അപ്പൊ അവരൊക്കെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അയ്യപ്പദാസ് സൂചിപ്പിച്ച ഈ പോസ്റ്റ് ഇട്ട യുവാവിന്റെ രക്ഷകർത്താക്കൾ സ്വാധീനമുള്ളവരായിരിക്കും. ആ രക്ഷകർത്താക്കൾക്ക് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് സ്വാധീനമുണ്ടാവും. ആ രാഷ്ട്രീയ നേതൃത്വം സ്വാഭാവികമായിട്ട്, രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിലെന്ന് അറിയാമല്ലോ, അതൊക്കെ വളരെ പവറുമായിട്ട് വളരെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് MBBSന് ഇപ്പൊ ഉദാഹരണത്തിന് പഠിക്കുന്ന എന്റെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ജീവിതം പാഴായി പോകും, മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നൊക്കെയുള്ള
ഒടുന്യായങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഇതിന്റെയൊക്കെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകും എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും നിയമം ഹൈക്കോടതി പറഞ്ഞതുപോലെ പരുന്തിന്റെ മുകളിലേക്കും എന്താ പറയുക പണം നിൽക്കുന്ന ഒരവസ്ഥയിൽ സ്വാഭാവികമായിട്ട് ഇവിടെ നിയമം പരുന്തായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ നിയമം പരുന്തായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കേസുകളിലും ഹൈക്കോടതി കണ്ടെത്തിയത് രണ്ടല്ല, ഈ ഡെന്റൽ കോളേജിലെ ഈ റാമിന്റെ അറസ്റ്റിന്റെ കേസിലും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന സംഗതി ഏതാണ്? അതെ, നിയമത്തിന് മേൽ പണം പറക്കുന്നു. ഏതായാലും സാർ, നമ്മള് സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ഇപ്പൊ മന്ത്രി മാറിയാലും മന്ത്രിസഭ മാറിയാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ കോടതി പരാമർശിച്ചതുപോലെ നിയമത്തിന് മേലെ ആണ് ഇപ്പോൾ പലതും സഞ്ചരിക്കുന്നത്. ഇനിയിപ്പോ എന്തായി തീർച്ചയായിട്ടും ഈ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ പറയൂ സാർ, അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നിയമം ഇവിടെ പരുന്തായിട്ടും ആ പരുന്തിന് മുകളിൽ പണം പറക്കുന്നതായിട്ടുമുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.